ഇന്ന് നമ്മൾ മൈക്രോ കൺട്രോളറുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ മൈക്രോ കൺട്രോളറുകളെ കുറിച്ച് പറയുമ്പോൾ ആദ്യത്തെ ലെവലിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യം പറയാൻ പോകുന്നത് ഓർഡിനോ എന്ന് പറയുന്ന ബോർഡിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോഴത്തെ കളിപ്പാട്ടങ്ങളെ പറ്റിയിട്ട് ഇങ്ങനെ റിമോട്ടിൽ ഓടുന്ന കാറ്, തൊടുമ്പോൾ കരയുന്ന ടോയ്സ്, അതുപോലെ നമ്മൾ എന്ത് പറഞ്ഞാലും അതുപോലെ തിരിച്ചു പറയുന്ന ടൈപ്പിലുള്ള പൂച്ചയുടെ ടോയ്സ് കാര്യങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അപ്പം ഇതൊക്കെ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ട് ഇതിനെല്ലാം പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു തലച്ചോറാണ് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പം ഈ മൈക്രോ കൺട്രോളറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാർഡ്വെയർ ഡിവൈസ് ഉപയോഗിച്ച് നമുക്ക് മൾട്ടിപ്പിൾ പർപ്പസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ഹാർഡ്വെയർ ഡിവൈസിന്റെ പ്രോഗ്രാം മാറ്റി കൊടുത്തുകൊണ്ട് ആ ഒരു IC ഉപയോഗിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു ഹാർഡ്വെയർ മതി നമുക്ക് സോഫ്റ്റ്വെയർ മാറ്റുന്നതിലൂടെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്തരം മൈക്രോ കൺട്രോളറുകളെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് പഠിക്കാൻ കുറച്ചുകൂടെ നല്ലത് ഡെവലപ്മെന്റ് ബോർഡുകളാണ്. ഡെവലപ്മെന്റ് ബോർഡുകളുടെ പ്രത്യേകത, ഇതിൽ ഒരു മൈക്രോ കൺട്രോളറിന് ആവശ്യമായിട്ടുള്ള എല്ലാ കമ്പോണന്റും ഒരുമിച്ച് ചേർത്ത് അസംബിൾ ചെയ്ത ഒരു ബോർഡായിരിക്കും. അത്തരത്തിൽ വരുന്നൊരു ബോർഡാണ് ആർഡിനോ ബോർഡ്. ഈ കാണുന്നതാണ് ആർഡിനോ ബോർഡ്. ആർഡിനോ യൂനോ എന്ന് പറയുന്ന ഒരു ബോർഡാണിത്. ഈ ആർഡിനോ എന്ന് പറയുന്ന കാറ്റഗറിയിൽ നമുക്ക് ഒരുപാട് ബോർഡുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ യൂനോ ആണ്, ഇതിന് നാനോ എന്ന് പറയുന്ന വെർഷനുണ്ട്, മെഗാ എന്ന് പറയുന്ന വെർഷനുണ്ട്, ലിയനാർഡോ എന്ന് പറയുന്ന വെർഷനുണ്ട്. അപ്പം ഒരുപാട് ബോർഡുണ്ട്. അപ്പം നമുക്കൊരു തുടക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം പ്രോജക്റ്റുകളൊക്കെ ചെയ്യാൻ ആർഡിനോ യൂനോ എന്ന് പറയുന്ന വെർഷൻ തന്നെ ഈ ഒരു ബോർഡ് ധാരാളമായിട്ട് മതി. അതും ഇതൊരു SMD ടൈപ്പ് ബോർഡാണ്. അപ്പം ഈ ബോർഡുകളുടെ പ്രത്യേകത എന്താണ്? ഈ ബോർഡുകൾ ഉപയോഗിച്ച് ഇപ്പോൾ ഇലക്ട്രോണിക്സ് പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ ഒരു ബോർഡ് ഉപയോഗിച്ച് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ പ്രോജക്ട്സ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ബോർഡിലേക്ക് തന്നെ എന്ത് ചെയ്യാം? LED കണക്ട് ചെയ്യാം, സെൻസേഴ്സ് കണക്ട് ചെയ്യാം, ഇതിൽ നിന്ന് മോട്ടോറിന്റെ കൺട്രോളിന് ആവശ്യമായിട്ടുള്ള കണക്ഷൻസ് എടുക്കാം, അതായത് മോട്ടോറുകൾ കണക്ട് ചെയ്യാം. അപ്പം ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഒരൊറ്റ ബോർഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ പറയുന്ന ഓർഡിനോ ബോർഡുകളുടെ പ്രത്യേകത. ഈ ഓർഡിനോ എന്ന് വെച്ചാൽ എന്താണ്? അത് ശരിക്കും ഒരു കമ്പനിയുടെ പേരാണ്. ആർഡിനോ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അവർ ചെയ്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുണ്ടാക്കി ഈ ഡെവലപ്മെന്റ് ബോർഡിനെ ഓപ്പൺ സോഴ്സ് ചെയ്തിരിക്കുകയാണ്. ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ബോർഡുകൾ മറ്റുള്ള കമ്പനികൾക്ക് നിർമ്മിക്കാം. അതിന് പ്രത്യേകിച്ച് എന്താ ലൈസൻസോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി വിൽക്കാം എന്നുള്ളതാണ് ഓപ്പൺ സോഴ്സിന്റെ പ്രത്യേകത. ഇപ്പോൾ ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇപ്പം ഓർഡിനോ എന്ന് പറയുന്ന കമ്പനി മാത്രമല്ല ഇത് നിർമ്മിക്കുന്നത്, ഒരുപാട് മാനുഫാക്ചേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം ബോർഡുകൾ നിർമ്മിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിന്റെ അവൈലബിലിറ്റി വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇത് മേടിക്കാനും ഇത് അവൈലബിൾ ആണ്, എല്ലാ സ്ഥലത്തും അവൈലബിൾ ആണ് എന്നുള്ളത് ഇതിന്റെ ഒരു പോപ്പുലാരിറ്റി കൂട്ടുന്നുണ്ട്. അപ്പം ഈ ആർഡിനോ ബോർഡിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഓർഡിനോ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഈ ബോർഡിനകത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പം എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത്, ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതാണ് നമ്മുടെ സിമ്പിൾ ഓർഡിനോ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് യുനോ എന്ന് പറയുന്ന ടൈപ്പാണ് ഈ ഒരു ടൈപ്പ് ബോർഡ്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പവർ സപ്ലൈ കണക്ട് ചെയ്യാനായിട്ട് നമുക്കൊരു പോർട്ടുണ്ട്. നമുക്കിതിനകത്ത് 9 വോൾട്ട് മുതൽ 5 വോൾട്ട് മുതൽ 9 വോൾട്ട് വരെ കണക്ട് ചെയ്യും. 9 വോൾട്ട് മുകളിൽ ഇത് മാക്സിമം 12 വോൾട്ട് വരെ താങ്ങും. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു റെഗുലേറ്ററുണ്ട്, അതായത് ഇതിൽ എത്ര 12 വോൾട്ട് കൊടുത്താലും 5 വോൾട്ട് സപ്ലൈ ആക്കാനുള്ളൊരു റെഗുലേറ്ററുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മുടെ മെയിൻ സാധനം എന്ന് പറയുന്നത് ഇതാണ് ഇതിനകത്തെ ഈ സർക്യൂട്ടിൽ, അല്ലെങ്കിൽ ഈ ഒരു ഡെവലപ്പർ മോഡിൻ്റെ ബ്രെയിൻ എന്ന് പറയുന്നത്, അതായത് മൈക്രോ കൺട്രോളർ എന്ന് പറയുന്നത് ഇതാണ്. ഇത് ATmega 328 എന്ന് പറയുന്ന ഒരു മൈക്രോ കൺട്രോളറാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഇത് ആ കൺട്രോളറിൻ്റെ SMD വെർഷനാണ്. നമുക്കല്ലാത്ത ഫുൾ IC പോലെ ഇരിക്കുന്ന, ഇതുപോലെ IC പോലെ ഇരിക്കുന്ന വെർഷനും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് കണക്ട് ചെയ്ത് വരുന്ന ബോർഡും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊരു SMD വെർഷനാണ്. ഇനി നമ്മൾ ഇതിൻ്റെ പിൻ ഡയഗ്രം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഈ കാണുന്നതാണ് ഇതിൽ നിന്ന് കണക്ഷൻസ് എടുക്കാൻ പറ്റുന്ന പിന്ന്. കണക്ഷൻസ് എടുക്കാനും കൊടുക്കാനും ഒക്കെ ഈ പറയുന്ന പിൻസിലാണ് നമ്മൾ കണക്ട് ചെയ്യുക. ഇനി ഇതിൽ പിൻസ് എന്തൊക്കെ ടൈപ്പാണെന്നുള്ളത് നോക്കി കഴിഞ്ഞാൽ ആദ്യത്തേതിൽ കാണാം പവർ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് പവർ ലൈൻസ് ആണ് ഇതിൽ നമ്മൾ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 5 വോൾട്ട് ഉണ്ട്, 3.3 വോൾട്ട് ഉണ്ട്, നമുക്ക് ഗ്രൗണ്ട് പിൻസ് ഉണ്ട്, ഒരു വീനുണ്ട്. അപ്പം നമുക്ക് കണക്ഷൻ ഇപ്പം ഇതുവഴി കൊടുക്കാനുള്ള ഒരു അഡാപ്റ്റർ ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് ഈ ബോർഡിലേക്കുള്ള സപ്ലൈ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഈ 5 വോൾട്ട് 3.3 നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. നമുക്കൊരു LED അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സെൻസറോ ഉണ്ടെങ്കിൽ ആ സെൻസറിനെ പവർ ചെയ്യാനുള്ള വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ പറയുന്ന ഈ പിന്നുകളിൽ നിന്നും എടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഈ കാണുന്ന A0 to A5 ഈ പറയുന്നത് അനലോഗ് പിൻസാണ്.
അനലോഗ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ഈ മൈക്കിൽ നിന്നൊക്കെ വരുന്നത് അല്ലേ, അത് ഇൻപുട്ട് അനലോഗാണ്. നമ്മൾ സ്പീക്കറിന് കൊടുക്കുന്നത് അതൊരു അനലോഗാണ് അല്ലേ ഔട്ട്പുട്ട്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു സിഗ്നൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അനലോഗിലാണ് കൊടുക്കുക. അപ്പോൾ അനലോഗ് സിഗ്നൽസ് നമുക്ക് ഈ ബോർഡിലേക്ക് കൊടുക്കാം. കാരണം ഈ ഐ സിക്കകത്തിൽ ഈ കൺട്രോളറിനകത്ത് ഒരു ADC ഉണ്ട്. ADC എന്ന് പറഞ്ഞാൽ എന്താണ്, അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ഉണ്ട്. അപ്പോൾ അത് കൺവേർട്ട് ചെയ്ത് ഡിജിറ്റലിലേക്ക് കൺവേർട്ട് ചെയ്ത് പ്രോസസ്സ് ചെയ്യാനൊക്കെ സാധിക്കും. പ്രോജക്ട്സ് ഒക്കെ പഠിക്കുമ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാക്കാം. ഇനി വരുന്നത് ഈ പിൻസ്, ഇവിടെ നിങ്ങേറ്റം വരെ, അതായത് ഇവിടെ നോക്കിയാൽ കാണാം 0 തൊട്ട് 14 പിന്നുണ്ട്. അതിൽ 0 1 ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. അത് 0 1 TX RX എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ TX RX എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റർ റിസീവറാണ്. അത് സീരീസ് ആയിട്ടുള്ള ഡാറ്റ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മറ്റൊരു ഇതുപോലുള്ളൊരു ബോഡിയിൽ നിന്ന് വരുന്നതോ അല്ലെങ്കിൽ നമ്മൾ USB എന്നൊക്കെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്നൊരു സീരിയൽ ഡാറ്റയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ആയിരിക്കും ഈ 2 പോർട്ടിലായിട്ടായിരിക്കും നമ്മൾ കണക്ട് ചെയ്യുക. അല്ലാതെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 തൊട്ട് 13 വരെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. 2 പിൻ നമ്പർ 2 തൊട്ട് 13 വരെ വരുന്ന സ്ഥലത്ത് നമ്മൾ വിളിക്കുന്നത് തന്നെ GPIO എന്നാണ്. അതായത് ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് എന്നാണ്. ഇതിനകത്ത് ഇൻപുട്ടും ഔട്ട്പുട്ടും ഒരു പോർട്ടിൽ തന്നെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു സെൻസറിൽ നിന്നുള്ള ഇൻപുട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന IO പിൻസിൽ ഏത് വേണമെങ്കിലും കണക്ട് ചെയ്യാം. അതുപോലെ നമുക്കൊരു LED ഔട്ട്പുട്ട് എടുക്കണം എന്നുണ്ടെങ്കിലും ഈ പറയുന്ന സെയിം പിൻസിൽ തന്നെ എടുക്കാൻ പറ്റും. ഇത് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മളെ പ്രോഗ്രാം എഴുതുമ്പോൾ ആ പ്രോഗ്രാമിനകത്ത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്താൽ മതി. ഇപ്പോൾ 8 എന്ന് പറയുന്ന പിന്ന് നമുക്ക് ഇന്നാക്കണോ ഔട്ടാക്കണോ എന്നുള്ളത് നമ്മൾ പ്രോഗ്രാമിൽ ഡിഫൈൻ ചെയ്താൽ മതി. പ്രോഗ്രാം എഴുതുമ്പോൾ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മൾ പോർട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ പിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൽ 2 വാല്യൂ ഉള്ളു അല്ലേ. ഒന്നുകിൽ അതിൽ 0 അതായത് ഗ്രൗണ്ട് വാല്യൂ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഹൈ 5 വോൾട്ടിൻ്റെ ഒരു വാല്യൂ. ഈ 2 വാല്യൂ മാത്രമേ ഉള്ളൂ ഏതിൽ, ഈ ഡിജിറ്റൽ പിൻസിൽ വരുന്നുള്ളൂ. സീരിയൽ പിന്നിൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡാറ്റ കൊടുക്കാം. ഇനി നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാം, എന്താണ് ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചില നമ്പേഴ്സിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ വര കാണിച്ചിരിക്കുന്നത് കാണാം. ഇപ്പം 3ൻ്റെ ഇത് ഫ്രണ്ടിലുണ്ട്, 5ൻ്റെ ഉണ്ട്, 6ൻ്റെ ഉണ്ട്. ഇതെന്ന് പറയുന്നത് PWM ആണ്, അതായത് പൾസ് വിഡ്ത്ത് മോഡുലേഷനാണ്. അതായത് നിങ്ങൾക്ക് ഇപ്പം ഗ്രാജുവലായിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന രീതി. ചില മോട്ടോറുകളുടെ സ്പീഡൊക്കെ കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് പൾസ് വിഡ്ത്ത് മോഡുലേഷൻ്റെ ആവശ്യം വരും. ഇപ്പോൾ LED ബ്രൈറ്റ്നസ് കൂട്ടുക കുറയ്ക്കുക അങ്ങനെയൊക്കെ വരുന്നൊരു പർപ്പസിൽ നമുക്ക് ഈ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ, അതായത് PWM ഉള്ള പിന്നിൽ നിന്നും ഔട്ട് എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പ്രോഗ്രാമിംഗ് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരം PWM ഔട്ട്പുട്ട് ഉപയോഗിച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സോ ഇതാണ് പൾസ് വിഡ്ത്ത് എന്ന് പറയുന്നത്. സോ ഓവറോൾ പറയുകയാണെങ്കിൽ ഇതാണ് ഒരു ഓർഡിനോ ബോർഡ് എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മൾ USB കണക്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, നമ്മുടെ സാധാരണ USB കണക്ഷൻ കൊടുക്കുന്ന ഒരു പോർട്ടാണിത്. ഇത് പല രീതിക്കും വരുന്നുണ്ട്, വേറെ ടൈപ്പ് പോർട്ടുകളുള്ളതുകൊണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കണക്ട് ചെയ്തിട്ട് നമുക്ക് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ പ്രോഗ്രാം ഓർഡിനോ IDE എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത്. ആ പ്രോഗ്രാം എഴുതിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ലോഡ് ചെയ്യാൻ പറ്റും. ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ പ്രോഗ്രാം ചെയ്യാൻ പറഞ്ഞത് ആ പ്രോഗ്രാം ഈ IC നമുക്ക് കൃത്യമായ ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ICയുടെ മെമ്മറി എന്ന് പറയുന്നത് 32 KB ആണ്, 32 കിലോബൈറ്റ്സ് ആണ്. അതൊക്കെ മെഗാബൈറ്റ് MB പോലും ഇല്ല റേഞ്ച്. അപ്പം ഇത് ശരിക്കും ചെറിയ ചെറിയ പ്രോഗ്രാംസ് എഴുതാനാണ്. നമ്മൾ വലിയ ലാർജ് പ്രോഗ്രാംസിനൊക്കെ വേറെ ICs ഉപയോഗിക്കും. ഇപ്പോൾ പഠിക്കുന്ന സമയത്തും ബിഗിനേഴ്സിനും ഒക്കെ ഏറ്റവും നല്ലത് ഈ IC തന്നെയാണ്. നമുക്ക് അത്രയും ചെറിയ ആപ്ലിക്കേഷൻസൊക്കെ വരുന്നുള്ളൂ. എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ചെയ്യാൻ പറ്റും നമുക്ക് ചെറുതെന്ന് പറയുമ്പം ഒട്ടുമിക്കാറുള്ള എല്ലാം ചെയ്യാൻ പറ്റും. ഇപ്പോൾ LED ഫ്ലാഷിംഗ് സർക്യൂട്ട്, ഡാൻസിങ് ലൈറ്റ്സ്, ട്രാഫിക് ലൈറ്റ്സ് അല്ലേ, റോബോട്ടിക് കാറ്, ഇതൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഈ പറയുന്ന ഓർഡിനോ യുനോ വെച്ചിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ആർഡിനോ ബോർഡിന് നമുക്ക് ഷീൽഡുകൾ കണക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ ആർഡിനോ എന്ന് പറയുന്ന കമ്പനി കുറേ ഷീൽഡുകളും കൂടെ ബോർഡുകളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഷീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മളിപ്പോൾ നമുക്കൊരു മോട്ടർ കറക്കണം, അപ്പോൾ ഇതിന് ഡയറക്റ്റ് പിടിച്ച് മോട്ടറിൽ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിനൊരു ഇൻ്റർഫേസ് വെക്കണം. അത് നമുക്കിതിൻ്റെ പുറത്ത് ഒരു ഷീൽഡ് പോലെ കണക്ട് ചെയ്ത് വെക്കാം. അപ്പം എന്ത് പറ്റും, വേറൊരു സ്ഥലമൊന്നും അന്വേഷിക്കേണ്ട, ഇതിൻ്റെ മുകളിൽ തന്നെ അതിരിക്കും. പിന്നൊക്കെ ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്കൊരു വൈഫൈയുടെ കണക്ഷൻ, ഒരു ഷീൽഡ് കണക്ട് ചെയ്ത് വെക്കാം. ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഷീൽഡുകൾ വെച്ചിട്ട് ഇതിൻ്റെ ഒരു പ്രത്യേക വയറിംഗ് ഒന്നും നടത്താണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കണക്ഷൻ വേറെ വേറെ ബോർഡുകൾ വെച്ചിട്ട് നമുക്ക് പല പല ഔട്ട്പുട്ടുകളൊക്കെ എടുക്കാനായിട്ടും ഇൻപുട്ട് കൊടുക്കാനും ഒക്കെ സാധിക്കും. അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് ഇത്തരം ബോർഡുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ നമ്മളിനി അടുത്ത വീഡിയോ മുതൽ ഈ പറയുന്ന ഓർഡിനോ ബോർഡ് ഉപയോഗിച്ചിട്ടുള്ള പ്രൊജക്റ്റുകളാണ് ചെയ്യാൻ പോകുന്നത്. അത് വ്യത്യസ്തമായ ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്. അപ്പോൾ അത് എങ്ങനെ ചെയ്യണമെന്നുള്ളതും പ്രോഗ്രാമിംഗ് എങ്ങനെ ചെയ്യണമെന്നുള്ളതും അടുത്ത വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഈ ഓർഡിനോയെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട.
അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോഗ്രാമിംഗ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് പഠിക്കാനായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.